ഈ പെട്ടിയും കെട്ടലൊക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങോട്ടോ പോവുകയാണെന്ന്. അതേ കേസ് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്, നമുക്ക് അത്രയും വേണ്ടപ്പെട്ടൊരു സ്ഥലത്തേക്ക്. അതിന് മുന്നോടിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നവരാട്ടവരെല്ലാവരും. അതിൻ്റെ ഇടയിൽ അമ്മ എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട്. ഇന്നാണ് സെപ്റ്റംബർ 10, അതായത് അമ്മയുടെയും അച്ഛൻ്റെയും 30ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നെന്ന്. അപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ അത് മറന്നു പോകാൻ പാടില്ലല്ലോ. അങ്ങനെ അതും സെലിബ്രേറ്റ് ചെയ്ത് കേക്ക് കട്ടിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കേക്ക് ഷെയറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ പോക്കൊക്കെ. പരിപാടി എന്താണെങ്കിലും ആരുടെ ആണെങ്കിലും കേക്ക് കട്ടിയിൽ അത് നക്ഷുട്ട ആർക്കും വിട്ടു കൊടുക്കില്ല കേട്ടോ. അത് അവന് മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ്. ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇതാ ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പരിപാടി നമ്മളവിടെ തകർത്ത് ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഒരു ബഹളമായിരുന്നു കേസ്. സത്യം പറഞ്ഞാൽ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനിടയിലായിട്ട് ഞാൻ ഓർത്തത് നക്ഷുട്ടൻ്റെ കുടുക്കിരിക്കുന്നുണ്ട് പൈസ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് അതിൽ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് പോവാന്ന്. അങ്ങനെ അത് പൊട്ടിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ പൈസ മുഴുവൻ പൊട്ടിച്ച് അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇതാ പോകേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പം തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ തന്നെ. അങ്ങനെ ഇതാ നക്ഷുമോനെ വിട്ട് പിരിയുന്ന സങ്കടമാണ് ഇവരുടെ എല്ലാവരെയും മുഖത്തെ. ഇവളാണെങ്കിൽ പെട്ടി പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇനി ഇവളാണോ പോകുന്നതെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു മുതൽ കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൾ ഫുൾ മൊടയായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു. ഇത് ലാൻഡ് ചെയ്യുന്നതിൻ്റെ ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ക്ലിപ്പാണ് കേട്ടോ. അതും അവ ഉറങ്ങിയതുകൊണ്ട് മാത്രം എനിക്ക് എടുക്കാൻ പറ്റിയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ നക്ഷുവിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് കേസ്. നക്ഷു ഇത്രയും വലുതായതിൻ്റെ ശേഷം അച്ഛനെ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്ന് അറിയാൻ ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. ഡെയിലി ഫോണിൽ കാണുമെങ്കിലും നേരിട്ട് കാണുമ്പോൾ പോവൂ അങ്ങനെയൊക്കെ. അച്ഛനെ കണ്ടതേ അവന് മനസ്സിലായിട്ടോ. അവൻ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ചോക്ലേറ്റ് കൊടുത്തിട്ട് വിളിച്ചപ്പോൾ അവൻ വേഗം അച്ഛൻ്റെ കൈക്ക് പോയി. സത്യം പറഞ്ഞാൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ഇവൻ ആ എയർപോർട്ടിൽ കിടന്ന് അലമ്പ് കാണിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലിതാ ഈ ഒരു നിമിഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നക്ഷുവിൻ്റെ ആൻറ്റി വന്നു കേട്ടോ. നക്ഷുവിൻ്റെ ആൻറ്റിയും കൂടിയിട്ടുള്ള ഫസ്റ്റ് മീറ്റാണിതേ. ഉണ്ണിമോൾ ആദ്യമായിട്ടാണ് നക്ഷുവിനെ കാണുന്നത്. നക്ഷു ആദ്യമായിട്ടാണ് ഉണ്ണിമോളെ കാണുന്നത്. ഫോൺ വഴി കണ്ടിട്ടുണ്ടെങ്കിലും ചില സാഹചര്യങ്ങൾ കാരണം ഇവർക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ തമ്മിലും കണ്ടുമുട്ടിയിരിക്കുന്നു കേസ്. അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ആയപ്പോഴത്തേനും ചേച്ചിയും ഏട്ടനും ഇച്ചൂസൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് ഫുഡ് അടിക്കാൻ പോയിട്ടുണ്ട്. ഈ ഒരു ഫുഡ് അടിയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് വന്നിട്ട് നക്ഷുവിൻ്റെ ഇച്ചുവിൻ്റെ കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. ചെക്ക് ഒരു പൊട്ടിക്ക് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു വ്ളോഗ്. അപ്പോൾ ഇനിയും ഇവിടുത്തെ ഒരുപാട് വീഡിയോസ് ആയിട്ട് കാണാൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.